ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയാണ് ആശുപത്രി വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പെൺകുട്ടിയാണ് വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ ആക്രമിച്ചത്. ഞങ്ങൾ നേരത്തെ ആശുപത്രി ചെല്ലുമ്പോൾ ആ കുട്ടി വൊമിറ്റ് ചെയ്യാണ്. ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ഒരു പെൺകുട്ടിയെ വണ്ടി ഇടിച്ചിട്ടിട്ട് കൊണ്ടുപോയിട്ട് വൊമിറ്റ് ചെയ്യാണ്. അതിന്റെ CT സ്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഉത്തരവാദിത്തത്തോടെ ഈ ഒരു വിഷയത്തിൽ പരിഹരിച്ച് സമരം കഴിഞ്ഞ് ഞാനും A. ശുക്കൂർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ വന്നു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു ഡിവൈഎഫ്ഐക്കാരോട് കാണിക്കൂ. കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, പോലീസിനെ ഒരു മാളിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരനായിരിക്കുന്ന ഒരുത്തനെ അയാളുടെ സഹോദരിയുടെ മുമ്പിലോട്ട് ക്രൂരമായിട്ട് ആക്രമിച്ചവർ ബെയിലബിൾ ഒഫൻസ് ഇട്ട് പോയി. ആക്രമിക്കപ്പെട്ട പോലീസുകാരൻ നോൺ ബെയിലബിൾ ആണ്. ഇവിടെ ഒരു സമരത്തിൽ ഉത്തരവാദിത്തമായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അവരെ ബലമായിട്ട് പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എന്താണ്? നിങ്ങൾ കേസെടുക്കുന്നെങ്കിൽ അതിന്റെ രീതി പോട്ടെ. ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ഞങ്ങള് ഒരു ഭാഗത്തകത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നു, പുറത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്നു. കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് സമാധാനപരമായി നിൽക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും KSU സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഈ ലൈഫ് ഉൾപ്പെടെയുള്ളവരെ ഹോസ്പിറ്റലിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് പോകും. അപ്പൊ അതൊരിക്കലും അതുകൊണ്ട് ഞങ്ങളിപ്പോ SP ആയിട്ട് ഉൾപ്പെടെ സംസാരിച്ചു. SP യോട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് നിങ്ങൾ എന്തർത്ഥത്തിലാണ് കിട്ടുന്ന ആളുകളെ എല്ലാം പിടിച്ചുകൊണ്ട് പോവാണോ? ഒരു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ തടയാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മഹിളാ കോൺഗ്രസ് വനിതാ പോലീസിന്റെ സാന്നിധ്യം വേണ്ടേ? ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവിടെ പറയപ്പെടുന്നത്. ഒരു പെൺകുട്ടിയെ ഒരു വീഡിയോ നിലനിൽക്കുന്നു. അപ്പൊ അന്വേഷിച്ച് പരിഹാരം ഉണ്ടാവണ്ടേ? അങ്ങനെയൊന്നും ഇത് ഞാൻ ഭീഷണിപ്പെടുത്തി യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ഇതൊരു അങ്ങേറ്റം ജനകീയമായ ഒരു വിഷയത്തിൽ ഇന്നലെ രാത്രി 1:15 മണിക്കാണ് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ആ സഹോദരി ഉഷ ജോസഫ് എന്ന് പറയുന്ന സഹോദരി പറഞ്ഞത് 5 വർഷക്കാര്യമെന്ന് കുനിയാൻ പറ്റുന്നില്ല. കാരണം വയറ്റിൽ കത്രി കിടക്കുക. 5 വർഷമായിട്ട് യൂറിനും രക്തവും ഒരുമിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് സൈറ്റിൽ ചെല്ലുമ്പോൾ ഈ യൂറിന്റെ ഗന്ധം കാരണം കൂടുതലുള്ള സഹതൊഴിലാളികൾ പറയുകയാണ് എന്താണ് ചെയ്യുന്ന അറിയാൻ കഴിയില്ല. കഠിന വേദനയാണ്, അവർക്കൊന്നും നിവരാൻ കഴിയുന്നില്ല. 5 വർഷക്കാലമായിട്ട് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ കോൺഗ്രസ് മുഴുവൻ സമരം ചെയ്യുന്നത്. അപ്പൊ അവരെ സമരം ചെയ്യുന്നവരെ ഹോസ്പിറ്റൽ ആക്ട്, പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന്റെ കാരണം എന്താണ്? അത് മാനസിക രോഗികളായ ആളുകളും അല്ലെങ്കിൽ അക്രമികളായ ആളുകൾ ആശുപത്രിയിലെ സേവനം ചെയ്യുന്ന ഡോക്ടർമാരെ ആക്രമിക്കുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ആക്ട് ഒരു ജനകീയ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ ചുമത്തി അവരെ റിമാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അർത്ഥം എന്താ? ഇതാണ് പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്താ? ഡോക്ടർ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 10-20 വർഷം അല്ല 50 വർഷം കത്രിയ വയറ്റി കിടന്നാലും കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ. അപ്പൊ ഇത് വിശദീകരിക്കാൻ നിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശമല്ലേ? പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ, പ്രിമൈസസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ശരിയല്ല, ആ കേസ് റദ്ദാക്കണം. ഇതിനെതിരെ പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്രമിച്ച ആളുകൾക്കെതിരെ കേസെടുക്കണം. പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ പരിശോധിക്കണം. ഒരു പെൺകുട്ടിയെ മാനഭംഗം അല്ലെങ്കിൽ അതൊരു ഔട്ട്റേജിംഗ് ദ മൊഡസ്റ്റി ഓഫ് വുമണാണ് ഒരു പെൺകുട്ടിയെ ആക്രമിക്കാത്ത തരത്തിൽ. അതെല്ലാം പരിശോധിക്കാതെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ ഒരു കാര്യമില്ല. ഇതിന്റെ തുടർച്ച ലിജു പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു DYSP വന്ന് കയറി ഇവിടെ അപ്പുറത്ത് ഈ അഴിക്കുള്ളിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ അവരെ റിമാൻഡ് ചെയ്യണമെങ്കിൽ റിമാൻഡ് ചെയ്യട്ടെ, കേസ് വരട്ടെ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷെ എന്താ ബലം പ്രയോഗിച്ച്, അതായത് കൈകാര്യം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്തൊരു സമാധാനപരമായി ഇവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ സമരം ചെയ്യുന്നു. ഞങ്ങൾ സമരം ചെയ്യാൻ തന്നെ വന്നതാണ്. ഞാൻ SP യോട് 3 തവണ സംസാരിച്ചു. SP പറഞ്ഞു അങ്ങനെയല്ല, അത് ജാമ്യമില്ലാത്ത വകുപ്പ് വരും. ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ആരണ്ടോ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ മൊഴിയെടുത്ത് ഞങ്ങൾ FIR ഇടും. FIR ഇട്ട് സ്റ്റേഷൻ ജാമ്യം തരും. മൂന്നാമത് പറഞ്ഞു ഒന്നുകൂടെ നോക്കട്ടെ. 3 പ്രാവശ്യം സംസാരിച്ചിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഞാൻ വന്ന് DC പ്രസിഡന്റിനെ ഫോണിൽ അറിയിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴുള്ള സീൻ നമ്മൾ കാണുന്നു. എന്താ ഇവർ ചെയ്ത് എന്ത് പാതകമാണ്? ഇവിടെ എത്രയോ കേസില് ഈ മന്ത്രിമാരായിരുന്ന MLA-മാരായിരുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ഒത്തുതീർപ്പ് നോൺ ബെയിലബിൾ ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ട് ഒത്തുതീർപ്പിൽ വിട്ട സ്റ്റേഷനിൽ ചെയ്ത് ഈ DYSPക്ക് എല്ലാം അറിയാമല്ലോ. പട്ടികജാതി ആക്ട് അനുസരിച്ചുള്ള കേസിൽ നടപടി എന്താണ് എടുത്തത്? ഒത്തുതീർപ്പാക്കി വിട്ടില്ലേ?
ഡിവൈഎസ്പി ആര്യ കൊടുത്ത മൊഴി അതനുസരിച്ച് കേസെടുത്തോ, നടപടിയെടുത്തോ? അങ്ങനെ ഒന്നും പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ബോധപൂർവം ഈ ഡിവൈഎസ്പിയുടെ കഴിഞ്ഞകാല ചരിത്രം ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയാം. അതുകൊണ്ട് ഇവിടെ വഷളാക്കാൻ ഈ ഉദ്യോഗസ്ഥനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള കേസെടുക്കാം. അത് നിയമപരമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവിടെ നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവർ പ്രതിഷേധിച്ചു. ഒരു നയ പൈസയുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. CPM ചെയ്ത പോലെ സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ ചെയ്ത പോലെ നോൺ ബെയിലബിളിലേക്ക് പോകുന്ന ഒരു നടപടി അവിടെ ചെയ്തില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചു. ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു, അവിടെ മുദ്രാവാക്യം വിളിച്ചു വന്നു. അവിടെ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഈ പറയുന്ന ആശുപത്രി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പോയോ? ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചോ? അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ?